ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെനിക്കും കൂടിയുള്ളൊരു അസുഖമാണ്. ഞാൻ കാണിച്ചു തരാം. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരച്ച മാവാണ് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 സ്പൂണാണ്. ദോശമാവാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ചെറിയ തരികളൊക്കെ വേണം കേട്ടോ. ഞാനിത് വീട്ടിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഇതിലേക്ക് നമ്മുടെ ഈ മാവിലേക്ക് ഇത് ലിക്വിറൈസ് പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇത് നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെഡ് സാൻഡൽ പൗഡറാണ്, ഇതും 1/2 സ്പൂണോളം. രണ്ടും ഒരേ മെത്തേഡിൽ തന്നെ എടുക്കണേ. പിന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇത് സാധാരണ വിനെഗറാണ് കേട്ടോ. ഇത് എടുക്കാൻ യാതൊരു നിർബന്ധമില്ല ഇത് തന്നെ വേണമെന്നുള്ളത്. ഇതിന് പകരം ചെറുനാരങ്ങ നീര് ഒരു 1/4 സ്പൂൺ എടുക്കാം, അതല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ എടുക്കാം. അതും കിട്ടാനില്ലെങ്കിൽ ഇനോ കിട്ടും നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ. ഇനോ 5 രൂപയോ മറ്റേ ഉള്ളൂ, അതിൻ്റെ ഒരു 1/4 സ്പൂൺ എടുക്കാം. ഇതൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിനാഗിരി നമ്മുടെ വീട്ടിലൊക്കെ കാണും, അച്ചാറിലൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 തുള്ളി മാത്രമേ എടുക്കാവൂ കേട്ടോ. വളരെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രമേ എടുക്കാവൂ. ഞാനിതിവിടെ ചെയ്തപ്പോൾ ഒരു 2-3 ഡ്രോപ്പ് കൂടുതൽ വീണിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ തന്നെ ചെയ്യുന്നതാകുമ്പോൾ എനിക്കത് കുഴപ്പമില്ല. നിങ്ങൾ പക്ഷേ 3 ഡ്രോപ്പേ പാടുള്ളൂ കേട്ടോ. സാധാരണ വിനാഗിരി ആണെങ്കിൽ ഇനോ ആണ് ഏറ്റവും നല്ലത്. ഇനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് തൈരോ പാലോ ഒന്നും തന്നെ വേണ്ട. ഇതെന്തിനാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് കഴുത്തിലെ ബാക്കിൽ കറുപ്പ് നിറം വരുന്നത്. ഞാൻ കാണിച്ചു തരാം. എനിക്കുണ്ട് അത്. പക്ഷെ അത് ഒത്തിരി ഉള്ളപ്പോൾ കാണിക്കാൻ മറന്നു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റൊക്കെ പിന്നീടാണ് വന്നത്. ഒത്തിരി എനിക്ക് 2 വരയായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വര ഇപ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് തേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഒരു അത്യാവശ്യം പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തക്കാളിയുടെ ഒരു 4/1 ഭാഗം മാത്രം മതി. ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. അതിൻ്റെ പൾപ്പ് മാത്രമേ വേണ്ടുള്ളൂ. അത് എന്നിട്ട് അതിങ്ങനെ വരിഞ്ഞു കൊടുക്കുക ഉള്ളിൽ. നമ്മുടെ ഈ നമ്മുടെ ഈ തക്കാളിയുടെ സ്കിന്നൊന്നും പൊട്ടാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞരടി കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ സ്കിന്നിങ്ങനെ പൊട്ടിപ്പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ടല്ല ഇത് തേച്ച് കൊടുക്കുന്നത്. ഇതിൽ എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എടുക്കുക. ഈ തക്കാളിയുടെ പകുതി എടുത്തില്ലേ, ഇതിലെടുത്തിട്ട് പിന്നെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കാണുമോയെന്നറിയില്ല. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, അതായത് കാലത്ത് ആരും എണീറ്റിട്ടുണ്ടായില്ല. കാലത്താണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുളിക്കാനൊക്കെ പോകുന്നതിൻ്റെ മുന്നേ എണീറ്റ് വന്ന പാടാണ്. യാതൊരു മേക്കപ്പും ഇല്ല. നമ്മൾ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറത്ത് കഴുത്തിൽ എത്ര പാടുണ്ടെന്നുള്ളത് കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇത്. കണ്ടോ, ഇങ്ങനെ ചെരിഞ്ഞ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ വര വന്നിട്ട് 2 വര ഉണ്ടായിരുന്നു, 1 വര പോയി കേട്ടോ. അപ്പോൾ അതാ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇനി പോകാനുള്ളൂ. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ആദ്യം ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് വെള്ളമാക്കി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ തക്കാളിയുടെ ഒരു കൂട്ടുണ്ടല്ലോ അതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ റൗണ്ടിൽ ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ 1, 2, 3 ദിവസമെങ്കിലും, അതായത് 3 ദിവസം, ഒരു 7 ദിവസത്തിൽ 3 ദിവസമെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ എൻ്റെ കഴുത്തിൽ ഈ ബാക്കിലെ കളറിലെ പാടുകൾ പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തടി കുറയ്ക്കണം. നമ്മൾ ശരീരത്തിന് നല്ലോണം തടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ ലെയർ വരും. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കൂടുതലുള്ളവർ ഒരു ഡോക്ടറെ കാണണം നിർബന്ധമായിട്ടും. എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള തടി മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നി. ഞാൻ ഇനോ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ വെച്ചിട്ടും ചെയ്തിട്ട്, വിനാഗിരി വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാജ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു സോഫ്റ്റായിട്ട് മസാജ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ നമ്മളിത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ കാണിച്ചത് ഒറ്റയ്ക്ക് നമ്മളെ കഴുത്തിൻ്റെ ഭാഗം ബാക്ക് ഭാഗമൊക്കെ കാണിക്കുമ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിങ്ങനെ വീഡിയോ എടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 10 മിനിറ്റ്, അതായത് തേച്ചത് 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് 10 മിനിറ്റിൽ പിന്നെ നമുക്ക് സാധാരണ നമ്മൾ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുടച്ചെടുക്കുക സോഫ്റ്റായിട്ട്. ഒരിക്കലും നല്ല ഇങ്ങനെ ഹാർഡായിട്ട് മസാജ് ചെയ്യാനും പാടില്ല, തുടച്ചെടുക്കാനും പാടില്ല. ഇതിൽ നമ്മൾ അരിയുടെ ചെറിയ തരികളുണ്ടാവും. അത് നമ്മളെ സ്കിന്നൊന്നും ഡാമേജ്
ഇതാക്കുകയൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇഡ്ഡലി ദോശയ്ക്കൊക്കെ നമ്മൾ അരയ്ക്കുന്ന പരുവം അറിയാലോ, നല്ലൊരു ചേഞ്ചാണ് കേട്ടോ. അത് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതാ ഞാനിപ്പോൾ ഇത് കുറേശ്ശെ ഞാനിങ്ങനെ എടുത്ത് കണ്ടോ തുടച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നിടത്തേക്കല്ല നമ്മളുടെ ഈ ഒരു സംഭവം കാണുന്നത്. ഞാൻ മുഴുവനായിട്ട് കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അതാ കാണുന്നുണ്ടോ എന്നറിയുന്നില്ല. ഞാനിപ്പോൾ റൂമിൽ അലമാരിയുടെ മുന്നിൽ നിന്നിട്ട് എൻ്റെ മൊബൈലിലും കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മൾക്കിത് പെട്ടെന്ന് മാഞ്ഞ പോലെ ഫീൽ ആവുമെങ്കിലും ഇത് മായില്ല. ഇത് നന്നായിട്ട് ഇത് ഉപയോഗിച്ച് നോക്കണം. ഒരു തവണ 2 തവണ ചെയ്താലൊന്നും ഇത് മാറില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ലിക്വിറൈസ് പൗഡറും റെഡ് സാൻഡിൽ പൗഡറൊക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഞാൻ മേലെ കൊടുക്കാം. ഫേസ് പാക്ക് പൗഡറിൻ്റെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. കുറച്ച് ടൈം എടുക്കുകയും നമുക്കത് മാറിക്കിട്ടും. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.